സൃഷ്ടപ്രപഞ്ചങ്ങളുമായിട്ട് മനുഷ്യന് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ സിംഹവും ആനയും കടുവയൊക്കെ ആദത്തിൻ്റെ അവൻ്റെ കൂടെ നടക്കുമായിരുന്നു. പ്രകൃതി എന്തായിരുന്നു പർദീസയിലെ ടെമ്പറേച്ചർ എന്നറിയോ? 17 ഡിഗ്രി സെൽഷ്യസ്. നല്ല കൂൾ സിറ്റുവേഷനാണ്. ആദ്യ പാപത്തിൻ്റെ ഫലമായി പ്രകൃതി വിരുദ്ധമായി, സൃഷ്ടിയിലെ ജീവജാലങ്ങൾ മനുഷ്യർക്ക് വിരുദ്ധമായി, സ്ത്രീ പുരുഷ ബന്ധം വികലമായി, മനുഷ്യനവൻ്റെ ആത്മാവിലുണ്ടായിരുന്ന ജഡത്തിന് ആധിപത്യം നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന രണ്ട്, അവൻ്റെ സന്തുലിതമായ ബുദ്ധി, ഇച്ഛ, മനസ്സ്, ആത്മാവ് തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഈ അവസ്ഥ നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആദിമ നീതി. ഈ രണ്ട് അവസ്ഥ ആദ്യ പാപത്തിൽ പോയി. ഇതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസം നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു, സ്നേഹിക്കാൻ സ്നേഹം നഷ്ടപ്പെട്ടു. കൂടാതെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ഭാര്യ വിചാരിക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപോലെ ചെയ്യുക, ഭർത്താവ് വിചാരിക്കുന്നത് ഭർത്താവിന് ഇഷ്ടപോലെ ചെയ്യുക, മക്കൾ വിചാരിക്കുന്നത് മക്കൾക്ക് ഇഷ്ടപോലെ ചെയ്യുക. അപ്പോൾ അതെന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ആകെ പ്രശ്നമായി. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്വാതന്ത്ര്യം ദുരുപയോഗം. അപ്പം ഇത്രയും അവസ്ഥയിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മുടെ ഉത്തരവാദിത്വമാണ് വിവാഹത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ ഈ അവസ്ഥയിൽ ജനിക്കുന്ന മക്കളെ ഈ തിരിച്ചുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ഈ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം സംഭവിച്ചതിന്റെ കാരണം എന്താ? ഇതെല്ലാം സംഭവിച്ചത് ദൈവവുമായിട്ടുള്ള ആ ആദ്യ പറുദീസയിലെ ഐക്യം. ത്രിത്വൈക ദൈവവുമായിട്ട് പരിപൂർണ ഐക്യത്തിലായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ഐക്യം നഷ്ടപ്പെട്ടതിന്റെ ഫലമായി ഈ ഡിസോർഡറുകളെല്ലാം നമ്മളിൽ ഉണ്ടായി. അപ്പൊ ഈ ഐക്യം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടിയാലേ ഈ കാര്യങ്ങൾ ഓർഡറിലേക്ക് വരുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം മാറി. ബ്യൂട്ടിഫുൾ ലൈഫാണ്. പിന്നെ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഈസ് മാരേജ്. അതിനേക്കാൾ മനോഹരമായ ഒരു പരിപാടി ലോകത്തിലില്ല. ഒരു സ്ത്രീയും പുരുഷനും ഈ ഉത്ഭവ നീതിയും ഉത്ഭവ വിശുദ്ധിയും വീണ്ടെടുത്ത് ഒരുമിച്ചായി കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായൊരു കാര്യം ഭൂമിയിൽ സംഭവിക്കാനില്ല. നമ്മളെ പിള്ളേർ എന്തുകൊണ്ടാണ് ഇന്ന് കല്യാണം കഴിക്കാത്തത്? കാരണം ഈ സ്ട്രഗിൾ ഇപ്പോഴും ഉണ്ട്. ഈ ആദ്യ പാപത്തിന്റെ അധപ്പതിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതിന്റെ കാരണം? ഒന്ന്, ഇതിനെക്കുറിച്ച് അറിവില്ല. രണ്ട്, ഇതിലാണ് യേശുക്രിസ്തു മരിച്ചത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോഴും വിചാരിക്കുന്നത് യേശുക്രിസ്തു കടം വാങ്ങാൻ വേണ്ടി കുരിശി മരിച്ചതാണ്, യേശുക്രിസ്തു കാലുവേദന മാറ്റാൻ വേണ്ടി മരിച്ചത്. നോ, അതൊക്കെ അതിന്റെ സൈഡ് പ്രോഡക്റ്റ്. ആത്യന്തികമായി നീ ദൈവവുമായിട്ട് ഐക്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഐക്യം തരാൻ, അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഈ ഐക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി. ദൈവം എന്തിനാ മനുഷ്യനാകുന്നത്? മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ പാപം ദൈവത്തിന് പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്റെ പാപത്തിന് മനുഷ്യൻ പാപം ചെയ്യണം, പരിഹാരം ചെയ്യണം. അതുകൊണ്ട് ദൈവം മനുഷ്യനായി മനുഷ്യപാപത്തിന് പരിഹാരം ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അങ്ങനെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ ദൈവം കൂടിയാ. ആ ദൈവത്തെ അവൻ കണക്ട് ചെയ്യിപ്പിച്ചു നമ്മളെ. അങ്ങനെ യേശുക്രിസ്തുവിൽ ജീവിതം സമർപ്പിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് മോചനവും കിട്ടും, ദൈവവുമായിട്ടുള്ള കണക്ഷനുമായി. അത് യേശുക്രിസ്തുവിൽ മാത്രമേ ഈ ഭൂമിയിൽ ലഭിക്കുകയുള്ളൂ. വേറെ ഒരു ദൈവത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ കണക്ഷനിലേക്ക് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരെയും കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ കൊണ്ടുവന്ന് അവര് ഈ ഡിസോർഡറിൽ നിന്ന് തിരിച്ച് പൊന്തി വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെയും ബോധർ ചെയ്യണ്ട. ഇന്ന് എൻ്റെ 7 മക്കളെ കുറിച്ച് എനിക്ക് യാതൊരു വറീസ് ഇല്ല. ദേ ഹാവ് ഫുൾ ഫ്രീഡം. അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ 10 വർഷം അങ്ങനെ ആയിരുന്നില്ല. കാരണം അത് നമ്മളുടെ ത്യാഗപൂർവമായ പ്രാർത്ഥനയും നമ്മുടെ നോയമ്പ്, പ്രാർത്ഥന, സഹനങ്ങൾ കാഴ്ചവെച്ച് അതിലേറ്റവും കൂടുതൽ റോൾ എടുത്ത് എൻ്റെ ജീവിത പങ്കാളി തന്നെയാണ്. 20 വർഷം അതാണ് അവളുടെ മാതൃത്വം.
14 കുഞ്ഞുങ്ങൾ. ആ 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു അമ്മയെ സംബന്ധിച്ച്, the only time she has for herself is she is in the bathroom. ഈ 20 വർഷത്തിൽ ഒന്നുകിൽ ഒരെണ്ണം മാറത്തുണ്ടാവും, അല്ലെങ്കിൽ ഒരെണ്ണം ഉദരത്തിലുണ്ടാവും, അല്ലെങ്കിൽ 4 കൂടെ ഉണ്ടാവും. ഇതുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പകൽ സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. ഇതെല്ലാം ചെലവഴിച്ചിട്ട് രാത്രിയാകുമ്പോൾ വേറൊരുത്തം കൂടെ കയറി കിടക്കും. പിന്നെ എവിടെയാണ് അവൾക്ക് സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ only in the bathroom. പക്ഷെ ആ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, വാതിൽ തുറന്നിട്ട് ഏറ്റവും ഇളയതിനെ പുറത്ത് കിടത്തിയിട്ടാണ് കുളിക്കണത്. This is called love. This is called sacrifice. ഈ ത്യാഗങ്ങൾ, ഈ സഹനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളിൽ ഈ ഡിസോർഡറിനെ ഓർഡറിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വഴി. മനസ്സിലായോ? ഇതാണ് ബലി. ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ബലിയായി ജീവിക്കുമ്പോൾ പരസ്പരം അവരെ വിശുദ്ധീകരിക്കണം. അങ്ങനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ മക്കളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ, വേദനകളൊക്കെ ദൈവം അനുവദിക്കുന്നത്. അത് ജീവിതകാലം മുഴുവൻ സഹനമൊന്നുമില്ല. ഇന്ന് അവൾ പറക്കുകയാണ്, ഷീ ഈസ് ഫ്ലൈയിങ്. ഇന്ന് ഷീ ഹാസ് നോ റെസ്പോൺസിബിലിറ്റി. ഇന്ന് ബാക്കിയുള്ളവരുടെ മക്കളെ നോക്കുക എന്നുള്ളതാണ്. അവൾ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റിക്കൊടുക്കും. പക്ഷേ ദർ ഇസ് എ ടൈം. 20 വർഷം അതിസ്വാഭാവികമായ ഒരു സാക്രിഫിഷ്യൽ ലൈഫാണ്. കാരണം എല്ലാ 1.5 വർഷത്തിലും ഷീ ബിക്കംസ് പ്രഗ്നൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, 3-ാമത്തെ കുഞ്ഞ് 4-ാമത്തെ കുഞ്ഞ് ഒരുമിച്ചാണ് മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, കണ്ടിന്യൂസ് 4 വർഷം മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ദ ലൈഫ്. ഇതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഇതാണ് വിശുദ്ധ കുർബാന. ഈ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണേ. ഇതാണ് നിന്റെ യേശു ക്രിസ്തു നമുക്ക് ചെയ്തു തന്നത്. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, നമ്മുടെ പാപങ്ങൾ നഷ്ടപ്പെടുവാൻ, നമ്മളെ ഡിസോർഡർ ആയിട്ടുള്ള ഈ അവസ്ഥയിൽ നമ്മളെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ വഴിയുള്ളൂ, നിങ്ങളുടെ ശരീരവും രക്തവും ഭക്ഷിക്കണം. വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു വിൽ ബിക്കം. ഇതാണ് സയൻസ്. നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അത് നിങ്ങളായിത്തീരുന്ന പറയാം. ഉദാഹരണം, ചെടികൾ എന്ത് ഭക്ഷിക്കും? വാട്ടർ ആൻഡ് മിനറൽസ്. ഇല്ല, മിനറൽസും വെള്ളവും ഭൂമിയിൽ നിന്ന് ചെടി ഭക്ഷിക്കുകയാണ്. അത് ഭക്ഷിച്ച് കഴിയുമ്പോൾ എന്തായി തീരും? ചെടി മിനറലായിട്ട് മാറുമോ? ഇല്ല. മിനറലും വെള്ളം എന്തായി മാറും? ചെടിയുടെ ഭാഗമായിട്ട് മാറും. മാറുമോ? മാറും. ഈ ചെടീനെ എന്ത് കഴിക്കും? മൃഗങ്ങൾ കഴിക്കും. അപ്പം മൃഗം ചെടിയായി മാറുമോ അതോ ചെടി മൃഗത്തിൻ്റെ ഭാഗമായിട്ട് മാറുമോ? എന്തായി മാറും? ഈ ചെടികൾ ഗ്ലൂക്കോസും വിറ്റമിൻസായിട്ട് നമ്മുടെ ശരീരത്തിൽ അതായിട്ട് മാറുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ബിക്കം. അപ്പം നീ കഴിക്കുന്ന സാധനം നിൻ്റെ ഉള്ളിൽ ആയിത്തീരും. ഇതാണ് ബേസിക് സയൻസ്. ഈ സയൻസ് പ്രകാരമാണ് യേശു വന്നിട്ട് പറയണത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ ശരീരവും രക്തവും വാങ്ങിക്കഴിക്കണം. ഇതാണ് യഥാർത്ഥ ഭക്ഷണം. ഇതാണ് യഥാർത്ഥ പാനീയം. എന്തിനുള്ള പാനീയം? ആത്മാവിനുള്ള പാനീയം, ആത്മാവിനുള്ള ഭക്ഷണം. ആത്മാവിന് എന്ത് സംഭവിച്ചു? ഈ ഡിസോർഡർ സംഭവിച്ച് കിടക്കുക. ഈ ഡിസോർഡർ നമ്മൾ പുനഃസ്ഥാപിക്കാനുള്ള വഴിയാണ് യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തം. ഇതാണ് സ്നേഹം. ഇത് തന്നെയാണ് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകണം. അങ്ങനെ ബലിയായി നമ്മൾ നമ്മുടെ വേദന സമർപ്പിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും വിശുദ്ധീകരിക്കപ്പെടും. അത് യേശുക്രിസ്തു ഇല്ലാതെ ഇത് നടക്കത്തില്ല. അപ്പോൾ ഈ ഉത്ഭവ നീതിയുടെ, ഉത്ഭവ വിശുദ്ധിയുടെയും അവസ്ഥയ്ക്ക് പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ ഇത് മനസ്സിലാക്കണം. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ വന്നു ചേർന്ന കുറച്ച് കാര്യങ്ങളാണ് കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ആദ്യ പാപത്തിൻ്റെ ഫലമായി വന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ പാപം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പാപം കുറച്ച് പ്രവൃത്തികളല്ല, പാപം ഒരു അവസ്ഥയാണ്. എന്തവസ്ഥ? ഈ ദൈവത്തിൻ്റെ ഉത്ഭവ വിശുദ്ധിയിൽ നിന്നും നീതിയിൽ നിന്നും അധപ്പതിച്ച് വീണ അവസ്ഥയാണ് പാപം. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ പറഞ്ഞ ചെയ്ത പാപം. ഈ വീണ് കിടക്കുന്ന മനുഷ്യന് പാപം ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ നമുക്കത് പാപമെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇത്രയും നാളും ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്നുവരെ അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് തിരിച്ചറിവില്ല. സ്നേഹിക്കുക എന്ന് പറയുന്നത് അവളുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾക്ക് വേണ്ടി എൻ്റെ താല്പര്യങ്ങളെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? ലവ്.
അങ്ങനെ വരുന്നൊരു സ്ത്രീക്ക് ഒരിക്കലും പരിഭവമില്ല. എന്നെ കൊണ്ടൊന്നത് സാധ്യമല്ലായിരുന്നു, പക്ഷെ ഇന്നെനിക്ക് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ക്രിസ്തുവിൽ ജീവിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിത പങ്കാളി മക്കളുടെ ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ത്യജിക്കാൻ സാധിക്കും. ഇതിൻ്റെ പേരാണ് പരിത്യാഗം. പരിത്യാഗമില്ലാതെ സ്നേഹിക്കാൻ പറ്റില്ല. സ്നേഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് പരിത്യാഗം, അല്ലെങ്കിൽ ശൂന്യവൽക്കരണം എന്ന് പറയും. അപ്പം ഈ പരിത്യജിക്കണമെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം. ഇതാണ് പാപത്തിൻ്റെ രണ്ടാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പാപത്തിൻ്റെ ഫലമാണ് മനുഷ്യൻ സ്വയോന്മുഖരായി, സ്വാർത്ഥനായി. ആദ്യത്തെ പാപത്തിന് മുമ്പ് മനുഷ്യൻ ദൈവോന്മുഖനായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുകയാണ് ആദത്തിൻ്റെ ഹവ്വയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതായിരുന്നു ആദ്യ മനുഷ്യൻ്റെ സന്തോഷം. എന്നാൽ ആദ്യ പാപത്തിന് ശേഷം മനുഷ്യൻ സ്വയോന്മുഖനായി, സ്വാർത്ഥത. ഇന്ന് എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് ദൈവം വിവാഹം എന്ന കൂദാശ കൊണ്ടുവന്നതെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ ശരീരത്തിൻ്റെ കുറച്ച് അഭിലാഷങ്ങൾ നിറവേറ്റാനോ? പുരുഷന് വേണ്ടത് ലൈംഗികതയാണ്. സ്ത്രീക്ക് എന്താ വേണ്ടത്? സ്ത്രീകൾ എന്തിനാ കല്യാണം കഴിക്കണേ? സ്ത്രീകൾക്ക് ലൈംഗികത വലിയ പ്രശ്നമില്ല. സ്ത്രീകൾക്ക് വേണ്ടത് സ്നേഹം. സ്നേഹം കിട്ടണം. പുരുഷന്മാരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ഭൂമിയിൽ ഏതെല്ലാം സ്ത്രീകൾ നടന്നിട്ടുണ്ടോ നീ പുരുഷനാൽ ഭരിക്കപ്പെടും. എന്താണ്? പുരുഷന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ഭൂമിയിൽ ഏതെല്ലാം സ്ത്രീകൾ ജീവിച്ചിട്ടുണ്ടോ ആ സ്ത്രീകൾ പുരുഷനാൽ ഭരിക്കപ്പെടും, അല്ലെങ്കിൽ പുരുഷൻ നിന്റെ മേൽ ആധിപത്യം പുലർത്തും, അല്ലെങ്കിൽ പുരുഷൻ നിന്നെ ഉപയോഗിക്കും. സ്ത്രീക്കൊരൊറ്റ ഉത്തരവാദിത്വമുള്ളൂ: സ്നേഹിക്കുക, സ്നേഹം പങ്കുവെക്കുക. നീ ആരുടെ സ്നേഹം തേടിപ്പോയോ അതിൻ്റെ ഭർത്താവായാലും നിന്റെ മാതാപിതാക്കളായാലും നിന്റെ മക്കളായാലും അവർ നിന്നെ ഉപയോഗിക്കും. സ്ത്രീ ഇവർക്കെല്ലാം സ്നേഹം കൊടുക്കാനുള്ളതാണ്. നിനക്ക് സ്നേഹത്തിൻ്റെ ആവശ്യമില്ല, കാരണം നിനക്ക് സ്നേഹം ഇവിടെ നിന്ന് മേടിക്കണം. നീ നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് നിനക്ക് സ്നേഹം കിട്ടുന്നത്. ആ സ്നേഹം നിറഞ്ഞ് നിന്റെ ജീവിത പങ്കാളിക്ക് നിന്റെ ജീവനെ ബലിയായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് സ്ത്രീ എന്തിനാ പോകുന്നതെന്നറിയോ? ഈ പുരുഷന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ സ്നേഹം കിട്ടാൻ വേണ്ടി പുരുഷന്റെ അടുത്ത് പോകുന്ന 99.9% സ്ത്രീകൾ പുരുഷനാൽ ഉപയോഗിക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കും. അതൊരു വശം. രണ്ടാമത്തെ വശം, ഇന്ന് നമ്മുടെ പിള്ളേർ, ഞാൻ എന്തുകൊണ്ട് ഈ ക്ലാസ് യുവാക്കന്മാർ യുവതികളും കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ യുവതികളുടെ ഒരു പ്രത്യേകത, നല്ല പിള്ളേരാ, അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ. എന്താ കാരണം എന്നറിയോ? ഉത്ഭവ പാപത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുകയാണ് അവർ. ഉത്ഭവ പാപത്തിൻ്റെ രണ്ടാമത്തെ വശമാണ് സ്വാർത്ഥത, സ്വന്തം ഇഷ്ടം, സ്വന്തം സുഖം, സ്വന്തം താല്പര്യം. ബലിയാകാൻ, അപരന് വേണ്ടി ബലിയാകാൻ താല്പര്യമില്ല. നമ്മുടെ പിള്ളേരാരും കള്ളുകൂടിയും കഞ്ചാവടിയും ഒന്നുമില്ല, എല്ലാം നല്ല കുട്ടികളാ. പക്ഷെ മൂത്ത സ്വാർത്ഥമതികളാണ്. സ്വന്തം സുഖം, കംഫർട്ട്, സൗകര്യങ്ങൾ നഷ്ടപ്പെടാൻ താല്പര്യമില്ല. വലിയ പാപവാ, വലിയ പാപവാ. അല്ലെങ്കിൽ പാപ അവസ്ഥയിലാണ് നീ കിടക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടില്ല. അതിന് നമ്മൾ ഓരോ കാരണങ്ങൾ, ഒരു കോഴ്സ് കൂടി പഠിക്കട്ടെ, ആ കോഴ്സ് കൂടി കഴിയട്ടെ, ഒന്ന് ജോലി കയറട്ടെ, ഒന്ന് സെറ്റിലാകട്ടെ, അപ്പോഴൊക്കെ നീ ദൈവീക പദ്ധതിയിൽ നിന്ന് നീങ്ങിപ്പോവുക. അപ്പം ഞാൻ കള്ളു കുടിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാൻ ആരും പിടിച്ചു വലിക്കാൻ പോകുന്നില്ല, ഞാൻ നന്നായിട്ട് ജീവിക്കുന്നത്. നോ, യു ആർ ഇൻ സിൻ. യു ആർ മൂവിങ് അഗൈൻസ്റ്റ് ഗോഡ്സ് പ്ലാൻ. കാരണം നീ നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അപരന് വേണ്ടി, വേറൊരു കുടുംബത്തിന് വേണ്ടി ബലിയാകാൻ വിളിക്കപ്പെട്ടവളാണ്. താല്പര്യമില്ല.
പുരുഷനെ എന്തിനാ ദൈവം വിവാഹത്തിലേക്ക് വിളിച്ചത്? ഇതിന് തന്നെയാ. പുരുഷനും താല്പര്യമൊന്നുമില്ല, പിന്നെ അവൻ്റെ ഒരു ബയോളജിക്കൽ ഡിസയർ ഉണ്ട്. അവൻ എവിടെയെങ്കിലും ഈ സാധനം ഒന്ന് ശരിയാക്കണം. അതിനാണ് അവൻ കയറി പെണ്ണിനെ കെട്ടുന്നത്. അല്ലാണ്ട് അവന് പെണ്ണിന് വേണ്ടി ബലിയാകാനൊന്നുമില്ല. ബലി പോയിട്ട് കാണുന്ന ചാനൽ പോലും മാറ്റാൻ താല്പര്യമില്ല. രാവിലെ വൈകുന്നേരം വരുമ്പോൾ പുരുഷന് വേണ്ടത് മനോരമ, ഏഷ്യാനെറ്റ്. ഇപ്പോൾ ഭാര്യ പറയും ഒന്ന് ശാലടി അത് പോയി അല്ലേ, പത്രം വായിച്ചുകൊണ്ടിരിക്കുക, രാവിലത്തെ ന്യൂസ് പേപ്പർ, ഒരു ചായം കുടിച്ചിരിക്കുക. കൊച്ചു വന്നിടുക, പപ്പാ 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 പപ്പ ഒന്ന് വന്നേ, ഒന്ന് പോയാടുന്നു. അതത് പോയി പോകും. ഇവിടെ ഒരു കാര്യം ഒന്ന് പോയാടുന്നു അല്ലേ. നമ്മളിങ്ങനെ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീണ്ടും കൊച്ചു വരാ, പപ്പ പപ്പ ഒന്ന് വന്നു ഓ ആ പത്രം വായന നിർത്തിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് ചാനൽ നിർത്തിയിട്ട് നിന്റെ ഭാര്യയ്ക്ക് വേണേൽ ചാനൽ ഇട്ട് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ട് കൈപൊക്കാം. രാവിലത്തെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക, കൊച്ചു വന്നിട്ട് പറയാ എൻ്റെ യൂണിഫോം തേച്ച് തരണം, ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് പറഞ്ഞാൽ പത്രം വായന നിർത്തി ചെയ്തു കൊടുക്കുന്ന ആൾ കൈപൊക്കുക. 1,00,000 രൂപ. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? പാപ അവസ്ഥ. പിന്നെ ചെയ്തു കൊടുക്കും. എന്തിനാ വെച്ചാൽ ചെയ്ത് ഗതിയില്ല, ഇല്ലെങ്കിൽ ഇതിലെ ബസ് പോവേ, പിന്നെ അവിടെ കൊണ്ട് ആക്കേണ്ടി വരും. അതുകൊണ്ട് അതിലും ഭേദം ഇപ്പൊ ചെയ്തു കൊടുക്കുന്നതാണ്, അല്ലാതെ വേറെ വകുപ്പുണ്ടായിട്ടൊന്നും അല്ല. അപ്പൊ ഭാര്യ പറയേ ചെയ്തു കൊടുത്തില്ല, ഇവിടെ കിടക്ക കേട്ടാ പിന്നെ കൊണ്ടേ ആക്കണ്ട, അയ്യോ അതിനേക്കാൾ മാരണമാണ്. അതുകൊണ്ട് ഇതാണ് ബെറ്റർ. അല്ലാണ്ട് സ്നേഹമുള്ളത് കൊണ്ടൊന്നുമില്ല. നമ്മുടെ കംഫർട്ട് സോണിൻ്റെ അകത്തുനിന്നൊന്നും നമ്മൾ ഇറങ്ങൂല. എന്റർടൈൻമെന്റ്സ്, സ്പോർട്സ്, ദേ കിടക്കുന്നുണ്ടല്ലേ കാല്, അതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര ആസക്തി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. 24 മണിക്കൂർ കളിച്ചുകൊണ്ടിരുന്ന. പക്ഷെ ക്രിസ്തുവിലെത്തിയപ്പോൾ അതെല്ലാം കളഞ്ഞു. വിവാഹശേഷം പുരുഷന്മാരെ നമ്മൾ ഈ വിവാഹത്തിന് മുമ്പ് ഒരു ഡ്രസ്സ് ഇടും അല്ലേ, സൂട്ടിടാറില്ലേ? എന്തിനായി പുതിയ ഡ്രസ്സ് ഇടുന്നേ? പുതിയ ഡ്രസ്സ് ഇടുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. 2 സമയം നമ്മൾ പുതിയ ഡ്രസ്സ് ഇടും. ഒന്ന് കല്യാണ സമയം, പിന്നെ മരണസമയം. എന്തിനാ പുതിയ ഡ്രസ്സ് ഇടുന്നത്? കഴിഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ജീവിതത്തെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുക. അതിനാണ് ഈ പുതിയ ഡ്രസ്സ് ഇടുന്നത്. കല്യാണം കഴിക്കുന്ന എല്ലാ പുരുഷന്മാരും, എല്ലാ യുവാക്കന്മാര് മനസ്സിലാക്കുക, യു ആർ ഗോയിങ് ടു ഡൈ ഓൺ ദിസ് മാരേജ്. എന്തിനൊക്കെയാണെന്നറിയോ? നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇനിയില്ല, നിനക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പ് ഇനിയില്ല, നിനക്ക് ഇഷ്ടമുള്ള എന്റർടൈൻമെന്റ് ഇല്ല, രാവിലെ 1 മണി വരെ വീഡിയോ ഗെയിമും സിനിമയും കണ്ടിരിക്കുന്ന പരിപാടിയില്ല, നിനക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ പറ്റത്തില്ല, നിനക്ക് ഇഷ്ടമുള്ള കളികൾ വിനോദത്തിന് പോകാൻ പറ്റത്തില്ല, നിന്റെ കഴിഞ്ഞ കാലത്തെ ഗേൾ ഫ്രണ്ട്സിന് ഒരാളുടെ കൂടെ പോകാൻ പാടില്ല. യു ആർ ഡൈയിങ് ടു ദീസ് തിങ്സ്. ഇതിനാണ് നിന്നെ വിശുദ്ധ കോട്ടടിയിപ്പിച്ചിട്ട് കല്യാണത്തിന് കൊണ്ടുവരുന്നത്. എല്ലാം അറിയോ? കാരണം ഞങ്ങൾ സ്വാർത്ഥന്മാരാണ്. പുരുഷൻ സ്വാർത്ഥരാ, ഭയങ്കര സ്വാർത്ഥന്മാരാ. സ്വാർത്ഥത്തെക്കാൾ സ്വന്തം ഇഷ്ടം നോക്കുന്നവരാ. ഇതാണ് ആദ്യ പാപത്തിന്റെ ഫലം. അവൻ എന്റർടൈൻമെന്റ് വ്യത്യസ്തമാണ്, അവൻ്റെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്, അവൻ്റെ സുഖസന്തോഷങ്ങൾ വ്യത്യസ്തമാണ്, അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വ്യത്യസ്തമാണ്, അവൻ്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഇതൊന്നും വേറെ എൻ്റെയൊക്കെ അപ്പനമ്മ പറഞ്ഞിട്ടൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഭാര്യ പറഞ്ഞിട്ട് മാറ്റാൻ പോണത്. പെറ്റ തള്ള പറഞ്ഞിട്ട് മാറ്റാത്ത ഭാര്യയ്ക്ക് വേണ്ടി മാറ്റുമോ? ഇല്ല, ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഇത് പാപാവസ്ഥയാ. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ഈ പുതിയ സൃഷ്ടി? അധപ്പതിച്ചു പോയ മരിച്ചവനാണ്. മരിച്ചവൻ, പാപത്തിൽ മരിച്ചവനാ. പാപത്തിൽ മരിച്ച നീ യേശുവിൽ മാത്രമേ നിനക്ക് ഇതിന് മോചനമുള്ളൂ. കല്യാണം കഴിച്ചതിന് ശേഷം ലോകത്തെല്ലാ തോന്നിവാസം ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയും മക്കളെയും കൂടാതെ ഒരു ചായ ഞാൻ കുടിച്ചിട്ടില്ല, ഒറ്റയ്ക്ക്. ഒരു സിനിമ കണ്ടിട്ടില്ല, ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടില്ല, ഞാൻ ഒരു എൻജോയ്മെന്റ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. 36 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലം കാണാൻ പോയിട്ടില്ല. Because Elvis Couturier died 27 years back when I got married to Jesus. യേശുവിലായിരിക്കുന്നവന് ഈ കൃപ കിട്ടും. അങ്ങനെ കൃപ കിട്ടിയവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ
സ്വാഭാവികമാണ്. കാരണം യേശുവിനെ പ്രതി ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് പിന്നെ ഇവൾക്ക് എന്ത് ഉപേക്ഷിക്കാം, ഇവൾക്കൊരു പ്രശ്നമില്ല. ഇറ്റ് ഇസ് എ ബോണസ്. യേശുവിന് ജീവിതം കൊടുത്ത് ഈ നവജീവിതം കിട്ടിയ പുരുഷൻ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ബോണസാ. അതുപോലെ യേശു ക്രിസ്തു വീണ്ടെടുക്കട്ടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ സംബന്ധിച്ച് ബോണസാ. പിന്നെ ഡിമാൻഡ് ചെയ്യാനൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ യേശുവിന് വേണ്ടി എല്ലാം പരിത്യജിച്ചവരാ. അപ്പൊ അതുകൊണ്ടാണ് ഈ പാപ അവസ്ഥ, ഇത് രണ്ടാമത്തെ ഭീകരമായ അവസ്ഥയാ. സ്വയം സ്നേഹം, സ്വയം താല്പര്യം. ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് ഈ സ്വന്തം താല്പര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെണ്ണിനെ കെട്ടണേ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, ഈ അവസ്ഥയിൽ കല്യാണം കഴിക്കരുത്. അതുകൊണ്ട് ഈ 3 കല്യാണത്തിന് 2 ഡിവോഴ്സ് ആകുന്നതിൻ്റെ കാരണം ഇതാ. പാപാവസ്ഥയിൽ കല്യാണം അറിയുന്നില്ല നമുക്ക്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയിലുള്ള കുറവുകൾ എന്താണ്? അത് അവരുടെ പ്രശ്നമല്ല, അത് പാപ അവസ്ഥയെ കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനാണ് ദൈവം നിന്നെ ചേർത്ത് വെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ ചേർത്ത് വെക്കുക? നിന്റെ ത്യാഗവും സഹനവും പ്രാർത്ഥനയും വഴിയാണ് നമ്മൾ അത് വീണ്ടെടുത്തെടുക്കണം. പ്രൈസ് ദി ലോർഡ്.